ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കാനറ ബാങ്കിനെ കുറിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു ബാങ്ക് തന്നെയാണ് കാനറ ബാങ്ക്. അപ്പോൾ ഈ കമ്പനിയുടെ റിസൾട്ട് വന്നുകയുണ്ടായി. ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അനലിസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പറയട്ടെ, ഈ സ്റ്റോക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ഇത് ബൈ ചെയ്യണമെന്നോ സെൽ ചെയ്യണമെന്നോ റെക്കമെൻഡേഷൻ അല്ല. തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലിസ് ചെയ്യുന്നത് മാത്രം ഒരു ബൈയോ സെൽ എൻട്രി എടുക്കുക. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1 ലക്ഷത്തിന് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 114 രൂപയിലാണ്. 52 വീക്ക് ഹൈ എന്ന് പറയുമ്പോൾ 63 രൂപയും 129 രൂപയുമാണ്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നത് 6.62 ആണ്. ബുക്ക് വാല്യൂ 102 രൂപ ബുക്ക് വാല്യൂ ഉണ്ട്. അതുപോലെ ഡിവിഡൻഡ് നോക്കുകയാണെങ്കിൽ 2.83% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ROCയിലേക്ക് നോക്കുമ്പോൾ 6.63%. ROE നോക്കുമ്പോൾ 17.9%. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 രൂപ ഫേസ് വാല്യൂ ആണ്. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 400 രൂപയ്ക്ക് അടുത്തൊക്കെ സ്റ്റോക്ക് മുകളിലേക്ക് പോയ സ്റ്റോക്ക് തന്നെയായിരുന്നു. അതിനുശേഷം ഒരു ഫേസ് വാല്യൂ ഒക്കെ സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റോക്ക് ഡൗണിലേക്ക് വന്നിട്ടുള്ളത്. ബാങ്കിൻ്റെ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പരിശോധിക്കാം. ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നതാണ് ആദ്യത്തേത്. ഇയർ ഓൺ ഇയറിൽ 14.79% ഇൻക്രീസ് ആയിട്ടുണ്ട്. ക്വാർട്ടറിൽ വന്നപ്പോൾ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. 0.37% ഡിക്രീസ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് നോൺ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 10.38% ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആയിട്ടുള്ളത്. ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ 1.96% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ഇൻകത്തിലേക്ക് നോക്കുമ്പോൾ 14.7% ടോട്ടൽ ഇൻകം ഇയർലി ഇൻക്രീസ് ആയിരിക്കുന്നത്. ക്വാർട്ടറിൽ വന്നപ്പോൾ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. 0.01% നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇയർ ഓൺ ഇയറിൽ 5.77%. ക്വാർട്ടറിൽ വന്നപ്പോൾ ചെറിയ രീതിയിൽ കുറവുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 4.32% മൈനസിലാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ 3.10% ഇൻക്രീസ് ആയിട്ട് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇൻക്രീസ്മെന്റ് നടന്നിട്ടുണ്ട്. മറ്റൊന്ന് ഇയർ ഓൺ ഇയറിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 0.16% വലിയ രീതിയിലുള്ള ഒരു വളർച്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. പ്രൊവിഷൻസ് നമ്മൾ നോക്കാം. പ്രൊവിഷൻസിന് വേണ്ടി എത്ര കോടിയാണ് മാറ്റിവെച്ചത് നോക്കിയാൽ പ്രൊവിഷൻസിന് വേണ്ടി 3711 കോടി നമുക്ക് ഇവിടെ കമ്പനി മാറ്റിവെച്ചായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് മാറ്റിവെച്ചാൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇയറിൽ 4069 CR ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ ജൂൺ 24 വന്നപ്പോൾ 3711 അപ്പോൾ ആ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം -8.80% മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ 3630 CR ആണ് മാറ്റിവെച്ചത്. ഈ ഇയറിൽ വന്നപ്പോൾ 3711. അപ്പോൾ ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. 2.23% പ്രൊവിഷൻസിന് വേണ്ടി തുക അധികമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 10.47% ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആയിരിക്കുന്നത്. ക്വാർട്ടറിൽ നോക്കുമ്പോൾ 3.94% ഇൻക്രീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഇയറിൽ നോക്കുവാണെങ്കിൽ 3535 CR ആയിരുന്നത് ഈ വർഷം വന്നപ്പോൾ ജൂണിലേക്ക് വന്നപ്പോൾ 3905 CR ആയിട്ടാണ് ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 3757 CR ആയിരുന്നു. അവിടെ നിന്നും ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടറിലായാലും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉയർച്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് NPA സംബന്ധിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ NPA സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. NPAയിലുണ്ടാകുന്ന വളർച്ചയും അതുപോലെ തന്നെ താഴ്ചയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗ്രോസ് NPAയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് 4.14% ജൂണിൽ വന്നപ്പോൾ. മാർച്ചിൽ വന്നപ്പോൾ 4.23% ആയിരുന്നു. അതുപോലെ തന്നെ 2023 ജൂണിൽ 5.15% ആയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്വാർട്ടറിലായാലും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിലായാലും ഡിക്രീസ് ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് നെറ്റ് NPA എത്ര നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് 1.24% ജൂണിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർച്ചിൽ 1.27 അതുപോലെ തന്നെ 2023 ജൂണിൽ 1.57. ഇവിടെ നോക്കിയാലും നമുക്ക് നെറ്റ് NPA ഡിക്രീസ് ആയി വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടറിനെ കമ്പയർ ചെയ്യുമ്പോഴും ഇയറിനെ കമ്പയർ ചെയ്യുമ്പോഴും നെറ്റ് NPA എന്ന് പറയുന്നത് ഡിക്രീസ് ആയി വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറഞ്ഞു വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. NPA എപ്പോഴും കുറഞ്ഞിരിക്കുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നതാണ് കിട്ടാക്കടങ്ങളാണ്. കിട്ടാക്കടങ്ങൾ തീർച്ചയായിട്ടും ഡൗണിലേക്ക് വരുന്നതാണ് ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 89.22 തന്നെയാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട്
ആയിട്ടുള്ള സ്ലിപ്പേജ് റേഷ്യോ 3 മാസം കഴിയുമ്പോൾ ലോണുകൾ കിട്ടാക്കടങ്ങൾ സ്ലിപ്പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ ഈ 0.33 ആണ്. കഴിഞ്ഞ മാർച്ച് 2024 0.34 ആയിരുന്നു. അതുപോലെ ജൂൺ 2023 0.36 ആയിരുന്നു. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞതായിരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ പരിശോധിക്കേണ്ട റേഷ്യോസ് ആണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോസ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ പാലിക്കുന്നുണ്ടോ, ബാങ്ക് പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ടയർ 1 റേഷ്യോ എന്ന് പറയുന്നത് 2024 ജൂണിൽ നോക്കുകയാണെങ്കിൽ 14.37%. അവിടെ നമുക്ക് 2024 മാർച്ചിൽ നോക്കുമ്പോൾ 13.95 ആണ്. 2023 ജൂണിൽ നോക്കുമ്പോൾ 13.58 ആണ്. ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ 2024 ജൂണിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ 2 റേഷ്യോ എന്ന് പറയുന്നത് 2.01 തന്നെയാണ് നമുക്ക് 2024 ജൂണിൽ കാണുന്നത്. അതുപോലെ 2024 മാർച്ചിൽ കാണുമ്പോൾ 2.33 ആണ്. അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 2023 ജൂണിൽ വന്നപ്പോൾ 2.66 ആണ്. അപ്പോൾ ഇയറിലേക്ക് വന്നാലും അതുപോലെ ക്വാർട്ടറിൽ വന്നാലും ടയർ 2 റേഷ്യോ ഡിക്രീസ് ആയിട്ടാണ് കാണാൻ സാധിക്കും. ബാങ്കിന്റെ ഗ്രോത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ NPA കൊടുത്തിട്ടുണ്ട്, ഗ്രോസ് NPA കൊടുത്തിട്ടുണ്ട്, PCR കൊടുത്തിട്ടുണ്ട്, പ്രൊവിഷൻ കവറേജ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ നെറ്റ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2023 ജൂൺ മുതൽ 2024 ജൂൺ വരെ ഒരു ഗ്രാഫ് വരച്ചാൽ വളർച്ചയുടെ പാതയിലാണ് ഇതിന് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ PCR പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെ നിൽക്കുന്നു. 2023 ജൂൺ മുതൽ 2024 ജൂൺ വരെ പോസിറ്റീവിലാണ്. ഒരു ഗ്രാഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് മാത്രം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചെറിയ രീതിയിൽ പോലും ഡിപ്പ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റും നമ്മൾ നോക്കേണ്ടത് ഗ്രോസ് NPAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗ്രോസ് NPA ഡൗൺ ആയി വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. 2023 ജൂൺ മുതൽ നോക്കുകയാണെങ്കിൽ 2024 ജൂണിലേക്ക് വരുമ്പോൾ ഈ ഗ്രോസ് NPA ഡൗൺ ആയി വരുന്ന കാണാൻ സാധിക്കുന്നത്. അതുപോലെ നെറ്റ് NPA നോക്കുകയാണെങ്കിൽ 2023 ജൂൺ മുതൽ 2024 ജൂൺ വരെ ഈ നെറ്റ് NPA ഡൗൺ ആയി വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രോസ് NPA നെറ്റ് NPA ഡൗൺ ആകുകയും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോസിറ്റീവിലേക്കും വരുന്ന ഒരു ബാങ്കായിട്ട് കാനറ ബാങ്കിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു നമ്മൾ പരിശോധിക്കാനുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ തന്നെയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 62.93% സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ 7.06% സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് 3.49%. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 11.91%. അതുപോലെ ഇന്ത്യ തന്നെയുള്ള ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 11.53% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റാഫുകൾ 0.63%, അതേഴ്സ് എന്ന് പറയുന്നത് 2.45% സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്. റിസൾട്ട് അനലൈസ് ചെയ്തപ്പോൾ ബാങ്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഗ്രോസ് NPA നെറ്റ് NPA ഒക്കെ ഡൗൺ ആയിട്ട് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഇത്രയും കാര്യം പറയാനുള്ള വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ഒന്ന് അടിച്ചേക്കുക.